AC ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ കാർഡ് ഡെലിവറി എടുത്തിട്ട് അതിനകത്ത് താക്കോലിന് വേണ്ടി എക്സ്ട്രാ പൈസ കൊടുക്കണം എങ്ങനെ ഉണ്ടാവും സംഭവം എന്ന് പറഞ്ഞ പോലത്തെ സാഹചര്യം. അതായത് AC വന്ന് ഫിറ്റ് ചെയ്ത ശേഷം ആൾ ഫിറ്റ് ചെയ്ത ആളുകളോടാണ് എല്ലാ AC കമ്പനികളും പറയുന്ന ആളും ഈ 3 പിൻ ഈ പ്ലഗ് ഉണ്ടല്ലോ ഇത് നമ്മൾ കാശ് കൊടുത്ത് എക്സ്ട്രാ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് 28,000 രൂപ കൊടുത്ത് AC വാങ്ങിച്ച ഒരു കസ്റ്റമർക്ക് അത് കറണ്ടിൽ കുത്തി പ്ലഗ് ചെയ്ത് അത് ഉപയോഗിക്കാൻ പോലുള്ള അവകാശം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ഇതെന്താ എല്ലാ AC കമ്പനിയും ഇങ്ങനെ പറഞ്ഞത്? ഞാൻ ഒരുപാട് ആളെ മറ്റേ മക്കാനാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കേട്ടത് ദിലീപ് PG പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വാസ്തവം എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ശരിക്കും ഇത്രയും രൂപ കൊടുത്ത് AC വാങ്ങുമ്പോൾ പ്ലഗുകൾ ലഭിക്കാറില്ലയോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പോൾ എല്ലാ കമ്പനികളും ഒരുപോലെ പ്ലഗുകൾ സപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ടെക്നിക്കൽ റീസൺ കൂടെ ഉണ്ടാവണമല്ലോ. അല്ലാതെ ഇത്രയും രൂപയ്ക്ക് വാങ്ങുന്ന ഇപ്പോൾ അതിലും ചില വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് പ്ലഗ് കിട്ടുമെങ്കിൽ പിന്നെ AC മാത്രം എന്തുകൊണ്ട് പ്ലഗ് തന്നുകൂടാ? അതൊരു ലാഭത്തിൻ്റെ മാത്രം കാര്യമാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഈ വീഡിയോ കണ്ടപ്പം തന്നെ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കും ഇത് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇതിൻ്റെ കമൻസൊക്കെ കണ്ടപ്പോഴും ഒരുപാട് പേർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ ധാരണയില്ല എന്ന്. എന്തിന് നമ്മുടെ വീഡിയോ ചെയ്ത ദിലീപ് PGക്ക് പോലും ഇതിൻ്റെ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സംശയം ഉന്നയിച്ച് വീഡിയോ ഇറക്കിയത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വശം എന്തുകൊണ്ടാണ് AC വാങ്ങുമ്പോൾ നമുക്ക് പ്ലഗുകൾ ലഭിക്കാത്തത് എന്നതിൻ്റെ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ടെക് കോർണർ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഈ വീഡിയോ കണ്ട ഒട്ടുമിക്ക എല്ലാവർക്കും ആദ്യം ഉണ്ടായ സംശയം എന്ന് പറയുന്നത് ശരിക്കും AC വാങ്ങുമ്പോൾ കിട്ടില്ലേ? ഇപ്പോൾ AC വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് അങ്ങനെ ഒരു സംശയം തന്നെ ഉണ്ടാകും. അതിന് AC വാങ്ങുമ്പോൾ കിട്ടില്ല എന്നാണ്. ശരിയാണ്, AC വാങ്ങുമ്പോൾ കിട്ടില്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇത്രയും രൂപ AC വാങ്ങുമ്പോൾ ആ ഒരു പ്ലഗ് മാത്രം തരാത്തതിൻ്റെ ലോജിക്ക് എന്താണ് എന്നതായിരിക്കും അടുത്ത. അതായത് AC കിട്ടില്ല എന്ന് AC വാങ്ങുമ്പോൾ ഇത് കിട്ടില്ല എന്ന് അറിയുന്നവർക്കുണ്ടാകുന്ന രണ്ടാമത്തെ സംശയം. ആദ്യം ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കാം. അപ്പോൾ അതിൻ്റെ നമ്മൾ ഉത്തരം പറഞ്ഞു, കിട്ടില്ല എന്നുള്ളത്. കൂടുതലും മിക്ക കമ്പനീസും AC സപ്ലൈ ചെയ്യുമ്പോൾ പ്ലഗുകൾ ലഭിക്കാറില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഇനി അങ്ങനെയെങ്കിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനികൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എങ്കിൽ പിന്നെ ഇത് ഒരു നിയമപരമായിട്ട് കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പോലും എങ്കിൽ പിന്നെ നമുക്കിത് ജയിച്ചുകൂടെ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. എന്തുകൊണ്ട് ഇതാണെന്നുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ ചാർജർ തരുന്നില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കേസ് അല്ലേ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഇത് തീർത്തും വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ്. ഇത് കുറച്ചുകൂടെ ടെക്നിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീപ്ലി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നതാണ്. അത് തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്നാമത്തെ കാരണം പറയാം. ഈ AC അഥവാ എയർ കണ്ടീഷണർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ പവർ ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ ഹൈ ലോഡ് എടുക്കുന്ന ഉപകരണങ്ങളാണ്. നമുക്കറിയാം AC എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ലോഡുകൾ എടുക്കുന്ന ഒരു ഡിവൈസ് ആയിരുന്നു. എങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻവെർട്ടർ ടെക്നോളജിയും ഒക്കെ വന്നതുകൊണ്ട് 5 സ്റ്റാർ റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വന്നതുകൊണ്ട് അത്രയും പണ്ടത്തെ അനുപാതികമായി ലോഡുകൾ എടുക്കുന്നില്ല. എങ്കിൽ പോലും നോർമൽ നമ്മുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് 1 ടൺ അല്ലെങ്കിൽ AC അല്ലെങ്കിൽ 1.5 ടൺ AC എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ നോർമലി വീടുകളിൽ പോലും ഉപയോഗിക്കാറുള്ളത്. ആ ഒരു 1 ടൺ AC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1.5 ടൺ AC എന്ന് പറയുന്നത് 1 കിലോവാട്ട് മുതൽ 2 കിലോവാട്ട് വരെ എടുക്കാവുന്ന ഡിവൈസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, നമ്മുടെ ഗീസർ ആണെങ്കിലും ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും ഒക്കെ ഈ 2 കിലോവാട്ടൊക്കെ എടുക്കുന്ന ഡിവൈസസിലാണല്ലോ, പിന്നെന്താ അതിന് പ്ലഗ് കിട്ടും ഇതിന് പ്ലഗ് കിട്ടുന്നില്ല എന്നുള്ള ചോദ്യം. അവിടെയാണ് വ്യത്യാസം. നമ്മുടെ AC എന്ന് പറയുന്നത് നമ്മൾ കംപ്രസർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. കുറച്ചുകൂടെ ഹൈ ലോഡ് എടുത്ത് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. കംപ്രസർ മോട്ടർ എന്ന് പറയുന്ന സാധനമൊക്കെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹൈ ഇൻട്രസ്റ്റ് കറണ്ട് ഉണ്ടാവാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1 to 2 കിലോവാട്ടുള്ള ഒരു ഉപകരണം ഒരു സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വോൾട്ടിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏകദേശം 5 മുതൽ 10 ആംപിയർ വരെയാണ് നോർമൽ റേസിൽ എടുക്കുന്നത്. അതേസമയം ഇത് സ്റ്റാർട്ട് ആകുമ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതായത് ഏകദേശം 30 ആംപിയറിന് മുകളിൽ വരെയും എടുക്കാവുന്ന കേസസ് ആണ്. അതായത് ഓരോ തവണയും സ്റ്റാർട്ട് ആകുമ്പോൾ കംപ്രസർ സ്റ്റാർട്ട് ആകുമ്പം ഒരു ഹൈ ഇൻട്രസ്റ്റ് നല്ലൊരു കറണ്ട് വലിക്കുകയുണ്ടാവും. നമുക്കറിയാം. ഇനിയാണ് നമ്മുടെ കാര്യത്തിലേക്ക് വരുന്നത്. നമ്മുടെ വീടുകളിൽ വെക്കുന്ന പ്ലഗുകൾ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമാകുന്നത് ഒന്ന് 6 ആംപിയറിൻ്റെ പ്ലഗും സോക്കറ്റുമാണ്, ഒന്ന് 16 ആംപിയറിൻ്റെ പ്ലഗും സോക്കറ്റുമാണ്. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു, ഇപ്പോൾ 5 മുതൽ 10 ആംപിയർ വരെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 16 ആംപിയർ സോക്കറ്റ് മതിയാവും. പക്ഷേ ഒരു 30 ആംപിയർ ഇൻട്രസ്റ്റ് കറണ്ട് എടുക്കുന്നുണ്ട്, കുറച്ച് നേരത്തേക്കെങ്കിലും ഇൻട്രസ്റ്റ് കറണ്ട് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ 16 ആംപിയറിൻ്റെ സോക്കറ്റ് മതിയാവാതെ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം. അപ്പോൾ എന്താ സംഭവം? 16 ആംപിയറിൻ്റെ സോക്കറ്റിലും ഇത് വെക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. പിന്നീട് ഇത് അപ്പം പിന്നെ എന്താണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത കാരണങ്ങളിൽ പറയാം.
അപ്പോൾ ഇപ്പം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു AC എന്ന് പറയുന്നത് 16 ആംപിയർ കൂടുതൽ ഇൻട്രസ്റ്റ് കറണ്ട് ഉണ്ടാകുന്ന ഒരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് 16 ആംപിയർ സോക്കറ്റ് കൊടുത്തുകൂടാ എന്ന് തന്നെയാണ് നിയമം. ഇനി കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS 1293 പ്രകാരം, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഫോർ പ്ലഗ് ആൻഡ് സോക്കറ്റ്സ് എന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം ഹൈ ഇൻട്രസ്റ്റ് കറണ്ട് ഉള്ള ഒരു ഉപകരണങ്ങളും 16 ആംപിയർ സോക്കറ്റിൽ കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ റൂളിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ അറിയാം, നമ്മുടെ കമ്പനീസ് എല്ലാം ഇന്ത്യൻ IS സ്റ്റാൻഡേർഡ്സും എല്ലാം കോംപ്ലൈൻ്റ് ആയിരിക്കണം. ഒരു സാധനം ഉണ്ടാക്കി ഇന്ത്യയിൽ വിപണനം നടത്തണമെന്നുണ്ടെങ്കിൽ ISഉം BIS സ്റ്റാൻഡേർഡ്സും എല്ലാം കോംപ്ലൈൻ്റ് ആണെങ്കിൽ മാത്രമേ അവർക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം തന്നെ പറയുന്നത് 16 ആംപിയർ സോക്കറ്റിൽ AC വെക്കാൻ പാടില്ല, അതായത് ഹൈ ഇൻട്രസ്റ്റ് കറണ്ടുള്ള അപ്ലയൻസസ് കൊടുക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കമ്പനികൾ എങ്ങനെ ഇതിനൊരു 16 ആംപിയറിൻ്റെ പ്ലഗ് നേരത്തെ ഫിറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ള ചോദ്യമാണ് ഇതിൻ്റെ യഥാർത്ഥ അല്ലെങ്കിൽ ആദ്യം എനിക്ക് പറയാനുണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാരണം നോക്കാം. അപ്പോൾ ആദ്യത്തെ കാരണം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 16 ആംപിയർ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം. 16 ആംപിയർ കൊടുത്താൽ എന്താ, ഓവർലോഡിംഗ് ആണ്. നമ്മുടെ പ്ലഗിൽ എത്രയാണോ റേറ്റഡ് ആയിട്ട് പറയുന്നത് അത് കൂടുതൽ നമ്മൾ കണക്ട് ചെയ്യുകയാണ് ലോഡ്. അപ്പോൾ ഓവർ ഹീറ്റിങ്ങും ഒക്കെ ഉണ്ടായി തീയൊക്കെ പിടിക്കാനുള്ള ചാൻസുകൾ ഉണ്ടാവുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാം, പിന്നെ AC എങ്ങനെയാണ് വെക്കേണ്ടത്? നമ്മൾ ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കാണുന്നത് സോക്കറ്റിൽ തന്നെ കൊടുക്കുന്നതാണ്. നിയമപരമായി തെറ്റാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം തെറ്റാണെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഒരുപാടാണത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പല വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കാം കൊടുത്തിരിക്കുന്നത്. അത് ഒന്നെങ്കിൽ ഇതിനെപ്പറ്റി പൂർണ്ണമായ അറിവില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് കണ്ടില്ല എന്നടിക്കുന്നത് കൊണ്ടും ആവാം. അപ്പോൾ പിന്നെ ശരിക്കും AC-കൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഈ ഹൈ ലോഡുള്ള അപ്ലയൻസസ് ഒക്കെ പ്ലഗ് ആൻഡ് സോക്കറ്റ് എന്ന കൺസെപ്റ്റിലല്ല കൊടുക്കുക. ഹാർഡ് വയറിങ്, അതായത് ഡയറക്റ്റ് ആയിട്ട് വയർ ചെയ്യുക, അതായത് ഒരു പ്രോപ്പറായിട്ട് ഐസൊലേറ്റ് ചെയ്ത്, അതായത് ഒരു MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറോ RCCB ഒക്കെ വെച്ചിട്ട് പ്രോപ്പറായി ഐസൊലേറ്റ് ചെയ്ത് അതിനൊരു സ്പെസിഫിക് കണക്ഷൻ തന്നെ കൊടുക്കേണ്ടതാണ്. അതായത് നേരെ പ്ലഗും സോക്കറ്റും അല്ല, പ്രോപ്പറായിട്ട് MCBയിൽ ലെഗ്സ് ഒക്കെ അടിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവിടെ പ്രോപ്പർ ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പക്ഷേ അതേസമയം നമുക്കറിയാം, പ്ലഗും സോക്കറ്റും ഒക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും ചിലപ്പോൾ മൊത്തം കയറ്റി വെക്കണമെന്നില്ല, ശകലം കുത്തി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഓണാക്കുക. ഇനി മൊത്തം കയറ്റിയാൽ തന്നെ കറക്റ്റായിട്ട് കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ഇനി കാലക്രമേണ ഇത് റസ്റ്റൊക്കെ ഉണ്ടായി തുരുമ്പൊക്കെ പിടിച്ച് വീണ്ടും അവിടെ കണക്ഷൻ ഇംപ്രോപ്പർ ആവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രോപ്പർ കോൺടാക്ട് സർക്യൂട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കണക്ഷൻ ഉണ്ടായില്ല എങ്കിൽ അവിടെ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ തീയോ ചൂടോ ഒക്കെ ആയി തീ പിടിച്ച് വലിയ തീ കത്തിയ പോലത്തെ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഒരു ഹാർഡ്വെയർ ചെയ്താണ് AC എപ്പോഴും കണക്ട് ചെയ്യേണ്ടത് നിയമപരമായിട്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 732 പ്രകാരം പറയുന്നത് ഈ ഹാർഡ്വെയറിങ് ഈ ഹൈ ലോഡ് ഡിവൈസസിന് നിർബന്ധമാണ് എന്ന റൂൾ കൂടെ നമുക്കുണ്ട്. അതായത് മറ്റേ സ്റ്റാൻഡേർഡ് കൂടാതെ IS 732 പ്രകാരം നമുക്ക് ഹാർഡ്വെയറിങ് ചെയ്യണം എന്നാണ് നിയമപരമായി പറയുന്നത്. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യയിൽ എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും ഇന്ത്യയിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വിപണിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് സർട്ടിഫിക്കറ്റ്സ്, അതായത് നമ്മുടെ IS സർട്ടിഫിക്കറ്റ്സ്, BIS സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ കുറേ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ AC-ക്കും ഇപ്പോൾ AC ഇറക്കുമ്പോൾ പോലും നമ്മുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ AC-ക്ക് ഇറക്കാൻ സാധിക്കുകയുള്ളൂ. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ നിയമപ്രകാരം തന്നെ പറയുന്നുണ്ട് 16 ആംപിയറിന് മേളിൽ പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ AC-ക്ക് 16 ആംപിയറിൻ്റെ പ്ലഗ് പോരാ എന്ന് തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കമ്പനിക്കും അവരുടെ ഇഷ്ടത്തിന് കൺസ്യൂമർ സൗകര്യം മാത്രം നോക്കിക്കൊണ്ട് ആ ഒരു 16 ആംപിയറിൻ്റെ പ്ലഗ് ഇൻബിൽട്ടായിട്ട് വെച്ചുകൊണ്ട് AC നൽകുവാൻ സാധിക്കില്ല ഒന്ന്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നാഷണൽ ഇലക്ട്രിക് കോഡ്സ്, അതായത് NEC എന്ന് പറയുന്ന ഏജൻസി തീർച്ചയായിട്ടും വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഹൈ ലോഡ് അപ്ലയൻസസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തേ മതിയാകൂ എന്ന്. അപ്പോൾ അങ്ങനെ NEC പറയുന്നു. അതുപോലെ തന്നെ BIS സ്റ്റാൻഡേർഡ്സും, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട് 16 ആംപിയറിന് മുകളിലാണ് ഒരു അപ്ലയൻസസിൻ്റെ ലോഡ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഡയറക്റ്റ് വയറിങ് കൊടുക്കണമെന്നുണ്ട്. അപ്പം BIS പറയുന്നുണ്ട്, NEC പറയുന്നുണ്ട്, IS പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും പറയുമ്പോൾ ഒരു കമ്പനിക്ക് അവരുടെ ഇഷ്ടത്തിനായിട്ട് മാർക്കറ്റിൽ ഒരു പ്ലഗ് വെച്ചിട്ട് AC ഇറക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ഇനി അഥവാ നമ്മൾ ഈ AC പ്ലഗ് ആൻഡ് സോക്കറ്റിലാണെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ പ്ലഗ് സോക്കറ്റും ആകുമ്പോൾ എപ്പോഴും ഊരിയാനും എടുക്കാനും നമ്മളിപ്പം വീട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അടച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ഊരിയിടാൻ നോക്കാറുണ്ട്, അല്ലെങ്കിൽ ഇടി വരുമ്പോൾ ഊരിയിടുക, മഴ വരുമ്പോൾ. അപ്പം അങ്ങനത്തെ കുറേ ടെൻഡൻസികളുണ്ട്. അപ്പം എപ്പോഴും ഈ ഊരുകയും എടുക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടുത്തെ വെയർ ആൻഡ് ടെയർ കൂടുകയും അതുമൂലം അതിൻ്റെ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ സർക്യൂട്ട് പ്രോപ്പർ അല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നാലോ ഈ ഹൈ ലോഡ് അപ്ലയൻസസ്, പ്രത്യേകിച്ചും ഈവൻ ചെറിയ ലോഡിന് പോലും ആ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും, പക്ഷേ ഹൈ ലോഡിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഫെറ്റലിറ്റി ഡേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു അപകടം ഉണ്ടാകുന്ന ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പം അവിടെ കോണ്ടാക്റ്റ് പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടെ ചൂട് കൂടി ടെമ്പറേച്ചർ കൂടി അത് തീയിലേക്ക് ഫയറായി മാറാം. അങ്ങനെ വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന് 16 ആംപിയർ പാടില്ല, അതിൽ മേളിലുള്ള ഡയറക്റ്റ് കണക്ഷൻ തന്നെ വേണം, പ്രോപ്പർ ഒരു ഐസൊലേഷൻ വേണമെന്നൊക്കെ നിയമം വെക്കുവാനുള്ള കാരണം. അല്ലാതെ ഒരു വേറെ ഒരു എന്താ പറയുക ഒരു പഴയ ചിന്താഗതിയുടെ അർത്ഥത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാരണങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ കാശ് ലാഭം എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ ടെക്നിക്കൽ റീസൺസ് ഇതൊക്കെ തന്നെയാണ്. ഇനി അവസാനത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക DIY ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡു യുവർ ഓൺ എന്ന് പറയുന്ന പോലെ സ്വന്തമായി വാങ്ങിച്ച പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസ് അല്ല. നമ്മൾ വാങ്ങുക, നമ്മൾ കുത്തി ഉപയോഗിക്കുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു ഉപകരണമേ അല്ല. AC എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ കസ്റ്റം ഇൻസ്റ്റലേഷൻ വേണ്ട, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അതിൻ്റെ സ്കിൽഡായിട്ടൊരു ടെക്നീഷ്യൻ തന്നെ ചെയ്യേണ്ടതായുള്ളൊരു ജോലിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ പ്ലഗ് കൊടുത്ത് ഒന്നാമത് വിട്ട് കഴിഞ്ഞാൽ അതിന് ചാൻസ് ആൾക്കാർ കുത്തി ഓണാക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഈവൻ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പോലും ഇപ്പം അങ്ങനെ കൊടുത്താൽ പോലും ഇപ്പം കസ്റ്റം ഇൻസ്റ്റലേഷൻ ആയതുകൊണ്ടും ഒരു ഡയറക്റ്റ് വയറിംഗ് വേണ്ടതുകൊണ്ടും ഒരു MCBയിലൊക്കെ കണക്ട് ചെയ്യേണ്ടതുകൊണ്ടും അവിടെ പ്ലഗ് കൊടുത്തിട്ട് കാര്യമില്ല. പ്ലഗ് കൊടുത്താൽ ഒരു എക്സ്ട്രാ പണിയാകത്തുള്ളൂ. ആ പ്ലഗ് ഊരിയിട്ട് വീണ്ടും വേണം വയർ എടുത്ത് ഡയറക്റ്റ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടും ഫീസിബിൾ അല്ല. ഈവൻ ഈ ഒരു പ്ലഗ് കൊടുക്കാതെ അത് വരുന്നത് കൊണ്ട് ഒരു ഇൻഡയറക്ട്ലി അർത്ഥമാക്കുന്നതും ഇത് തന്നെയാണ്. അതായത് ഇതൊരു ഡയറക്റ്റ് ഇൻസ്റ്റലേഷൻ വേണ്ട ഒരു സാധനമാണ്, അല്ലാതെ പ്ലഗ് വെച്ച് സോക്കറ്റിൽ നൽകേണ്ട സാധനമല്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം കസ്റ്റമൈസ്ഡ് വയറിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റം ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് എർത്തിങ് നൽകേണ്ടതായിട്ടുണ്ട്. വയർ ഗേജസ് പ്രോപ്പർ വയർ ഗേജ് ആണോ നോക്കേണ്ടതുണ്ട്. MCB എത്ര കറക്റ്റ് ആപ്റ്റ് MCB ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും പ്രോപ്പറായി പെർഫെക്റ്റായിട്ട് ഒരു സ്കിൽഡ് ടെക്നീഷ്യൻ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് AC-യുടെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാരണങ്ങൾ കൊണ്ടും കൂടെയാണ് അതായത് AC-ക്ക് പ്ലഗ് നൽകി നമുക്ക് കിട്ടാത്തത്. അല്ലാതെ ഇതൊരു നമ്മൾ ആ സിമ്പിളായിട്ട് സില്ലിയായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ആ വീഡിയോയിൽ പറയുന്നത് പോലെ AC-കാർ കാണിക്കുന്ന ഒരു തെറ്റായ അല്ലെങ്കിൽ കമ്പനികൾ കാണിക്കുന്ന ഒരു തെറ്റായ രീതിയല്ല എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതൊരു കോമൺ സെൻസ് കൂടെയാണ്. അത് എല്ലാ കമ്പനികളും ഒരേ കാര്യം അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് മുമ്പിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാം. അല്ലെങ്കിൽ 28,000 രൂപ കൊടുത്ത് ഒരു AC വാങ്ങുന്ന ഒരാൾക്ക് ആ ഒരു ചെറിയൊരു പ്ലഗിൻ്റെ പൈസ അവർ നൽകാതിരിക്കാനുള്ള കാരണവുമില്ല. കാരണം നമ്മൾ അതിലും 10,000-ന് TV വാങ്ങിച്ചാലും നമുക്ക് പ്ലഗ് കിട്ടുന്നുണ്ട് എങ്കിൽ പിന്നെ 28,000-ൻ്റെ അതേ കമ്പനിയുടെ തന്നെ ഉപകരണങ്ങൾക്ക് അവർ പ്ലഗ് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു യഥാർത്ഥമായ ഒരു കാരണമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ നമ്മൾ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റ് നമ്മൾ ഇടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ബാക്കിലുള്ള കാര്യങ്ങൾ എന്തായിരിക്കാം, ചുമ്മാ ഒരു കണ്ടൻറ്റിന് വേണ്ടി നമ്മൾ ഇടുന്നതിന് പകരം കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഇടുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാമായിരുന്നു നേരെ ഒരു കണ്ടൻറ്റ് ആക്കുന്നതിന് മുമ്പ്. അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളിപ്പം അത് കണ്ടതുകൊണ്ടും അതൊരു തെറ്റായ ഇൻഫർമേഷൻ സമൂഹത്തിന് നൽകണ്ട എന്ന് കരുതിയും കൂടെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടപ്പോൾ അതിനൊരു ക്ലാരിറ്റി എല്ലാവരിലേക്കും നൽകണമെന്ന് നമുക്ക് തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സേഫ്റ്റി. അതായത് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൂട് കൂടുക അല്ലെങ്കിൽ സർക്യൂട്ട് ഡാമേജ് മാത്രം ഒഴിവാക്കാൻ വേണ്ടി ഡയറക്റ്റ് കണക്ഷൻ അനിവാര്യമാണ്. പിന്നെ റെഗുലേഷനുമായിട്ട് കോംപ്ലിയൻ്റ് ആയിരിക്കണം. പിന്നെ പ്ലഗ് ആൻഡ് സോക്കറ്റ് ഒരു ലോങ് ടൈമിലേക്ക് ഒരു പര്യാപ്തമായ ഒരു സിസ്റ്റം അല്ല. അതുകൊണ്ട് തന്നെ ലോങ് ടൈം റിലയബിലിറ്റി ഒരു ഹൈ ലോഡ് എന്ന രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്ലഗ് പറ്റില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ OEMs തീർച്ചയായിട്ടും ഇത് AC-ക്ക് പ്ലഗ് നൽകാത്തത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്